പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതം മുതൽ പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതായത് പുതിയ നിയമ ശുശ്രൂഷയിൽ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതം മുതൽ ആ ചില പോയിന്റുകൾ കൂടെ നിങ്ങളോടൊപ്പം പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ 2 നിയമങ്ങളാണ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻറ്റ്. പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആ അന്തരം എന്താണ്? പുതിയ നിയമ ശുശ്രൂഷ പഴയ നിയമ ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമാകാനുള്ള കാരണം 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആക്കി. എന്നെ ഏറെ ചിന്തിപ്പിച്ച പദം അടുത്തത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. കാരണം പഴയ നിയമം മോശയിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ശുശ്രൂഷ രീതിയും വ്യത്യസ്തമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് കൊത്തുപലകകളോ മോശയുടെ കരാങ്കുലികളാൽ എഴുതപ്പെട്ട ആ കൽപ്പനകളോ അല്ല, മറിച്ച് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ നിലയിൽ ക്രിസ്തു യേശു തന്നെ നമുക്ക് ആ ശുശ്രൂഷയുടെ അവകാശം തന്നിരിക്കുകയാണ്. ആ ശുശ്രൂഷയുടെ 7 പ്രധാനപ്പെട്ട നിയമങ്ങൾ, കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയിൽ നമുക്കറിയാം, ഒരു ഗണത്തെ മാത്രമാണ് ശുശ്രൂഷയ്ക്കായി ദൈവം വേർതിരിച്ചത്. ലേവി ഗോത്രം അല്ലെങ്കിൽ ലേവി ഗണമാണ്. അവർക്കല്ലാതെ മറ്റൊരു ഗോത്രത്തിനും ദൈവിക ശുശ്രൂഷയുടെ പദവിയിലേക്ക് വരാൻ അനുവാദമില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ട ശുശ്രൂഷയുടെ ആധികാരികത എന്ന് പറയുന്നത് യവനനെന്നോ യഹൂദനെന്നോ ഇല്ല. ഇവിടെ താണവനെന്നോ ഉയർന്നവനെന്നോ ഇല്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഒന്നുമില്ല. നമ്മെ എല്ലാവരെയും രാജകീയ പുരോഹിത വർഗമാക്കിയാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ നമ്മുടെ ശുശ്രൂഷയുടെ പ്രാധാന്യത, ദ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാന ഘടകം കൃപയാണ്, ന്യായപ്രമാണമല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും എൻ്റെ ഈ മെസ്സേജിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. അതിനെ അതിനെ ആ നിലയിൽ വ്യാഖ്യാനിക്കരുത്. കാരണം പഴയ നിയമം വേണ്ട എന്നല്ല. അതുകൊണ്ട് തന്നെ മിസ്ഇൻ്റർപ്രിട്ടേഷൻ ഇതിൻ്റെ അകത്ത് വരാൻ പാടില്ല. എൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കട്ടെ. പുതിയ നിയമത്തിൽ സകലർക്കും ഈ ശുശ്രൂഷ ദൈവം പകർന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഏത് അടിസ്ഥാനത്തിലാണ് കണക്കാക്കേണ്ടത്? അവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്, കൃപ എന്ന് പറഞ്ഞ ആ പോയിന്റ്. കൃപയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ശുശ്രൂഷയുടെ ഭാഗവാക്കായത്. പഴയ നിയമം ലേവ്യ പുസ്തകം 18-ാം അധ്യായം 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഞാനൊന്ന് വായിക്കാം. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു.
ഇതിനോട് തത്തുല്യമായ മറ്റൊരു വാക്യം നമുക്ക് റോമാലേഖനത്തിൽ കാണുവാൻ കഴിയും. റോമാലേഖനം 6 അധ്യായം 14 വാക്യത്തിൽ ന്യായപ്രമാണത്തിന് കീഴല്ല, കൃപയ്ക്കത്രേ കീഴ്പ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ അറിയേണ്ടത്, ഒരിക്കലും ശുശ്രൂഷയിൽ ആളുകളെ ഭയപ്പെടുത്തിയല്ല, കൃപയുടെ ആ നങ്കൂരം ഇട്ടുകൊണ്ട് കൃപയിലേക്കാണ് നാം അവരെ വഴി നടത്തേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരു പോലീസുകാരനല്ല, നമ്മളൊരു ഡോക്ടറിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്. ആകയാൽ പ്രിയമുള്ളവരെ, എഫേസ്യ ലേഖനം 2 അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്ന പദം കൂടെ പറഞ്ഞ് ഞാൻ ഈ പ്രഭാതത്തിൽ അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം അതിൻ്റെ 2 അധ്യായം 8-9 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല എന്നാണ്. ആകയാൽ ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല നിമിഷത്തിനായി സ്തോത്രം. അവിടുത്തെ ജനത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിറയ്ക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ ചെറിയ സന്ദേശം എത്തിക്കുവാൻ പരമാവധി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നവരെയും ഇനി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.